ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 125 BS6 മോഡൽ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, അതേപോലെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് പറയുന്നുണ്ട്, വാട്ടർ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ സൈലൻസറിൻ്റെ ബോൾട്ട് പൊട്ടിപ്പോയിക്കുക. ഇതുണ്ട്, 2 ബോൾട്ടുമാണ് സൈലൻസർ നിൽക്കുക. അപ്പോൾ ഇവിടുത്തെ ബോൾട്ട് ഒടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ കേസും അതിരിക്കുക, ഒടിഞ്ഞു പോയിട്ട് അതിൻ്റെ പീസ് എഞ്ചിൻ കേസും ഇരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൈലൻസർ ഫുള്ളായിട്ട് അഴിച്ചിട്ട് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്തത് അഴിച്ചെടുത്തിട്ട് വേണം പുതിയ ബോൾട്ട് ഇടാനായിട്ട്. മാറ്റുമ്പോൾ 2 ബോൾട്ടും കൂടി മാറ്റിയിടാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലോഡായി കിടന്ന് ഓടിയിട്ട് ഈ ബോൾട്ടും പൊട്ടേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ മാറ്റുമ്പോൾ 2 കൂടി മാറ്റിയിടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്ത് അഴിച്ച് കിട്ടുമെന്നാണ് വിചാരിക്കാൻ. സാധാരണ രീതിയിൽ വെൽഡ് ചെയ്ത് ഊരി പോരാറുണ്ട്. ചില കേസിൽ ഫുൾ ടൈറ്റായ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെയ്ത്തി കൊടുത്തൊക്കെ അഴിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് അത് സാധനം വെൽഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പീസ് ഊരി എടുക്കണം. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നോക്കുമ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിൽ ബോൾട്ട് ഒടിഞ്ഞിട്ട് അതിനകത്ത് ഇരിക്കുക, ബാക്കിയത്തെ ഭാഗമാണ് പൊട്ടിപ്പോയേക്കണം കേട്ടോ. അപ്പോൾ അത് വെൽഡ് ചെയ്തെടുക്കുന്ന ദിവസമാണ് നമ്മൾ പറയണേ. അപ്പോൾ വെൽഡ് ചെയ്ത് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കതങ്ങനെ അഴിച്ചെടുക്കാം. ചില കേസിൽ അങ്ങനെ അഴിഞ്ഞ് പോരാറില്ല. കാരണം ഫുൾ ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ, ടൈറ്റായിട്ട് പൊട്ടിയാണെങ്കിൽ ഊരി പോരില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലെയ്ത്തി കൊടുത്ത് ഡ്രിൽ ചെയ്ത് കളഞ്ഞിട്ടൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ താമസം വന്ന പരിപാടിയാണ്. വെൽഡ് ചെയ്ത് കിട്ടുമെന്ന് വേണം വിചാരിക്കാൻ. ഓക്കെ, അപ്പോൾ അഴിക്കുമ്പോൾ 2 ബോൾട്ട് മാറ്റി നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനർ നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റുമാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അത് ഗിയർ ബോക്സ്, ഗിയർ ട്രാൻസ്മിഷനാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ് അത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗിയർ ഓയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ ഓയിലൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ കിടക്കണം. അപ്പോൾ എൻ്റെ കമ്പനി വന്ന മോഡൽ ടയറാണ്, നല്ല ടയറാണ്. അപ്പോൾ അത് പുതിയ ടയർ കിടക്കണം കേട്ടോ. ഹബിൻ്റെ ഭാഗത്ത് വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ബ്രേക്ക് നമ്മൾ ഓടിക്കുമ്പോൾ ബ്രേക്ക് സ്മൂത്ത് ഇല്ല. കാരണം ബ്രേക്കൊക്കെ ടൈറ്റായേക്കാണ്. ബ്രേക്ക് ടൈറ്റ് എന്ന് പറഞ്ഞാൽ കേബിളുകൾ ടൈറ്റ് ആയേക്കാം. അപ്പോൾ ഈ കേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെയൊക്കെ തുരുമ്പിട്ടാണ് ഈ കാണുന്നത് കേട്ടോ. തുരുമ്പിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴും ആ ഒരു അവസ്ഥ തന്നെയാണ്. ഫ്രണ്ട് ബ്രേക്കും കേബിളുകൾ ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ചെറിയ ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് സാധാരണ നമ്മൾ പിടിക്കുന്ന ആ ഒരു സ്മൂത്ത്നെസ് ബ്രേക്കിനില്ല. അതിൻ്റെ കാരണം ബ്രേക്ക് കേബിളിലാണ്. ലൈനറുകൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ബ്രേക്ക് കേബിളുകൾ മാറ്റിയിടാണെങ്കിൽ ബ്രേക്ക് കുറച്ചും കൂടി എഫിഷ്യൻസി ആവും, സ്മൂത്തായിരിക്കും കേട്ടോ. അപ്പോൾ മാറ്റുമ്പോൾ 3 കേബിളുകളെ മാറ്റാം. ബാക്കിലേക്ക് വരുന്ന ഒരു കേബിളും ഫ്രണ്ട് വീലിലേക്ക് പോകുന്ന 2 കേബിളും കൂടി മാറ്റിയിട്ടാലാണ് നമുക്കൊരു കറക്റ്റ് നല്ലൊരു പെർഫോമൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം. എന്തായാലും നിങ്ങളുടെ പെർമിഷൻ കിട്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. മാറ്റണമെങ്കിൽ മാറ്റാം, പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ പക്ഷേ ഒഴിവാക്കിയാൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ബ്രേക്ക് ജാമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കയറ്റേണ്ടതായിട്ടൊക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും, തുടച്ച് ക്ലീനാക്കി എടുക്കാവുന്നുള്ളൂ. പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട്. അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ, അതിൻ്റെ ക്ലച്ചിനകത്ത് വരുന്ന ഓരോ പാർട്സും നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടി അയച്ചേക്കണതാണ്. അപ്പോൾ നമ്മൾ ക്ലച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബെൽറ്റൊക്കെ ഓക്കെയാണ്, കമ്പനി ബെൽറ്റ് കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു 10,000 കിലോമീറ്ററൊക്കെയാണ് ഓടിയേക്കണം വണ്ടി. 10,600 കിലോമീറ്ററാണ് ഇപ്പോൾ നിലവിൽ കാണിക്കണം മീറ്ററിനകത്ത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. ഓട്ടം കുറവുള്ള വണ്ടികളിലും കേബിളുകളൊക്കെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി. അപ്പോൾ ക്ലച്ചിൽ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻ്റ് ഒന്നുമില്ല. നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലച്ച് അഴിച്ചാനാണ്. കൂട്ടത്തിക്കടെ ക്ലച്ച് ഗ്രീസിങ്ങും ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഹെഡിൻ്റെ അവിടെയൊക്കെ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെയാണ്. 2 കേബിളുകളൊന്നും വരാം, നിലവിൽ ടൈറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററിയാണ്, എക്സൈഡിൻ്റെ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. അപ്പോൾ അതും കൂടിയും കൂട്ടത്തിക്കിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് നടത്തി വിടുന്നുണ്ട്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.32 വരെ ലോഡ് കൊടുക്കുമ്പോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരല്പം വോൾട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, നമുക്കത് യൂസ് ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഓയിലിൻ്റെ അവസ്ഥ. നമുക്ക് ഓയിൽ കൂടി കൂട്ടത്തിക്കിടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളും ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അത് ഓപ്ഷനിലാണ്, നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനായാലും അത്യാവശ്യം ഉപയോഗിക്കാൻ നല്ല ടയറാണ്. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു. പിന്നെ അത് കൂടാണ്ട് നമ്മൾ അതിൻ്റെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ കൂട്ടത്തിലൂടെ ചെക്ക് ചെയ്ത് വിടും കേട്ടോ. ഈ സൈഡൊക്കെ എവിടെയോ ടച്ചായിട്ട് തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട് ഈ സൈഡിലേക്ക് കേട്ടോ. ഇത് മെറ്റൽ ബോഡിയാണ്. ഓക്കെ. പിന്നെ ഫ്രണ്ട് ഷോക്കിൻ്റെ പെർഫോമൻസൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. ഷോക്കിൻ്റെ ഭാഗത്ത് ലീക്കേജോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ സൈഡിൽ വരുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്ലഗ് നമുക്ക് മാറ്റേണ്ടി വന്നത് പ്ലഗും എയർ ഫിൽറ്ററും കൂടിയിട്ട് ഓരോ 10,000 കിലോമീറ്ററിൽ. അപ്പോൾ നിലവിലേക്ക് മുമ്പ് നമ്മൾ കഴിഞ്ഞ സർവീസിൽ മാറ്റിയിട്ടുണ്ടാവാം.
എയർ ഫിൽറ്ററൊക്കെ പുതിയതായിട്ടാണ് കാണണം കേട്ടോ. അപ്പോൾ പ്ലഗ് അതിനകത്ത് മാറ്റിയായിട്ട് കാണുന്നില്ല, പക്ഷേ നിലവിൽ കുഴപ്പമില്ല. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. അതിനകത്ത് നമ്മൾ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ബ്രേക്കിൻ്റെ 3 കേബിളുകളും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് പറയാം. മാറ്റി പോകണമായിരിക്കും നല്ലത്. ഞാൻ അതടക്കമുള്ള എസ്റ്റിമേറ്റാണ് ഇടണേ. നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. ഓക്കെ.